പിന്തിരിഞ്ഞു നോക്കാതെ യാത്ര പറഞ്ഞു പോയവർ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നുവെങ്കിൽ നിങ്ങളാണ് ശരിയെന്ന് കാലം അവരെ പഠിപ്പിച്ചിട്ടുണ്ടാകും. പരസ്പരം കേൾക്കാനുള്ള ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. ചതിക്കുന്നവർക്ക് നുണകൾ സത്യം പോലെ പറയാനും അഭിനയിക്കാനും കഴിയും. സത്യസന്ധമായവർക്ക് ദേഷ്യം അധികമായിരിക്കും. ക്ഷമയുള്ളവർക്ക് സഹതാപം അധികമായിരിക്കും. ഭയം സ്വാഭാവികമാണ്. എന്നാൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളുടെ കാഴ്ചയെ മറയ്ക്കാൻ ആ ഭയത്തെ അനുവദിക്കരുത്. സത്യസന്ധത വളരെ വിലപ്പെട്ട സമ്മാനമാണ്. വില കുറഞ്ഞ ആളുകളിൽ നിന്ന് നിങ്ങളത് പ്രതീക്ഷിക്കരുത്. ജീവിതത്തിലെ ഒരവസ്ഥയും സ്ഥിരമല്ല. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞു എന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടി എത്താതിരിക്കില്ല, തീർച്ച. സ്നേഹം ഒരു തമാശയായി മാത്രം കാണുന്നവർക്ക് ഒരാളെ സ്നേഹിക്കാനും ഉപേക്ഷിക്കാനും വളരെ നിസ്സാരമാണ്. എന്നാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ആ വേദന മതി ജീവിതം മുഴുവൻ സങ്കടപ്പെടാൻ. ജീവിതത്തിൽ വളരെ നേരത്തെ തന്നെ അബദ്ധങ്ങൾ പറ്റുന്ന ആളുകളാണ് കൂടുതലും വിജയിക്കുന്നത്. അവർ അനുഭവങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നു. സ്വയം തോറ്റുതരുന്നവർക്ക് വിജയത്തേക്കാൾ പ്രധാനം ബന്ധങ്ങളുടെ നിലനിൽപ്പാണ്. നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിൻ്റെ ഇഷ്ടികകൾ എടുത്തു മാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും. ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം നിങ്ങളുടെ രഹസ്യങ്ങൾ ആരോടും പങ്കിടാതിരിക്കുക എന്നതാണ്. ചോദിച്ചു വാങ്ങുന്നതിനേക്കാൾ മൂല്യം എപ്പോഴും അറിഞ്ഞു നൽകുന്നത് തന്നെയാണ്. കോപം മുറുകെ പിടിക്കുന്നത് നിങ്ങൾ വിഷം കുടിച്ച് മറ്റേയാൾ മരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് പോലെയാണ്. മനുഷ്യരുടെ ഹൃദയത്തിലെ ചില ഓർമ്മകൾ എരിഞ്ഞു തീരാറായ ചില കനലുകൾ പോലെയാണ്. എത്ര ആളിക്കത്തിയാലും മിച്ചം വന്നത് അവരെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഉത്കണ്ഠയുടെ അളവ് കൂടിയാലും കുറഞ്ഞാലും സംഭവിക്കാൻ പോകുന്നതിൽ ഒരു സ്വാധീനവും ചെലുത്തുന്നില്ല. പ്രശ്നങ്ങളുടെ ശക്തിയേക്കാൾ നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി ഇല്ലായ്മയാണ് നിങ്ങളെ തളർത്തുന്നത്. പ്രിയപ്പെട്ടവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത പലതും ഉണ്ടാകുമ്പോൾ അവരുടെ മുഖത്ത് നോക്കിയൊന്ന് ദേഷ്യപ്പെടാൻ പോലും കഴിയാതെ നിസ്സഹായമായ അവസ്ഥയുണ്ട്. സ്നേഹിച്ചു പോയി എന്നതുകൊണ്ട് മാത്രം പ്രതികരിക്കാൻ പറ്റാതെ പോകുന്ന അവസ്ഥ. ബന്ധങ്ങൾ അതുപോലെ നിലനിൽക്കണമെങ്കിൽ വിഡ്ഢിയായി തുടരുക. സത്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങുന്ന ദിവസം മുതൽ ബന്ധങ്ങൾ തകരാൻ തുടങ്ങും. മറ്റുള്ളവരുടെ നാവിൽ നിന്നും ഒരാളെയും അറിയാൻ ശ്രമിക്കരുത്. കാരണം എല്ലാവരും എല്ലാവർക്കും ഒരുപോലെയാകില്ല. മുനയൊടിഞ്ഞ് തേഞ്ഞ് തീരാറാവുമ്പോഴാകും മനസ്സിലാകുക ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരാനുള്ള വെറും കളർ പെൻസിലുകളായിരുന്നു നിങ്ങളെന്ന്. മറ്റാരും ചെയ്തില്ലെങ്കിലും സ്വയം സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും സ്വന്തം നേട്ടങ്ങളിൽ സ്വയം അനുമോദിക്കുകയും ചെയ്താൽ മുന്നോട്ടു പോകാനുള്ള ഊർജം നിങ്ങൾക്ക് ലഭിക്കും. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.